പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കുന്നത് ഫ്ലട്ടറിലെ ലോട്ടി അനിമേഷൻസ് ആണ്. ഓക്കെ, യു ക്യാൻ മേക്ക് യുവർ യു ഐ മോർ ബ്യൂട്ടിഫുൾ ബൈ ബ്രിങ്ങിങ് interactive content like, for example, Lottie animations. See, we are going to check how to add Lottie animation to your Flutter app. Okay, so without losing any time, let's get started. Okay, so for that I just created a new project. ഇതിൽ ലോട്ടി ഇൻ ഫ്ലട്ടർ എന്ന് പറഞ്ഞ പ്രൊജക്ട് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ LIB ഫോൾഡർ ഉണ്ട്. ദെൻ വി നീഡ് ടു check what is actually Lottie. Okay, I have written an article about Lottie in Medium. See, Lottie is actually ഒരു ഓപ്പൺ സോഴ്സ് അനിമേഷൻ ഫയലാണ്. അനിമേഷൻ ഫയൽ ഫോർമാറ്റ് ആണ് ആൻഡ് എ റൺ ടൈം ലൈബ്രറി ഡെവലപ്ഡ് ബൈ Airbnb. സി, ഇത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്ന വെച്ച് കഴിഞ്ഞാൽ അഡോബിന്റെ ആഫ്റ്റർ എഫക്ട്സ് അത്തരം കാര്യങ്ങൾ ഉപയോഗിച്ച് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? യു ക്യാൻ ക്രിയേറ്റ് അനിമേഷൻസ് ആൻഡ് യു ക്യാൻ എക്സ്പോർട്ട് ദം ആസ് JSON ഫയൽസ് using a plugin called using a body moving plugin. Okay, ഈ JSON ഫയൽസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? വളരെ സൈസ് കുറഞ്ഞതായിരിക്കും. JSON അറിയാമല്ലോ, ടെക്സ്റ്റ് ഫോർമാറ്റ് ആണ്. അപ്പോൾ അതിൽ അത് വളരെ സൈസ് കുറവായിരിക്കും. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമ്മുടെ മൊബൈൽ അല്ലെങ്കിൽ വെബ് ആപ്ലിക്കേഷനകത്തേക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് ഈ ലോട്ടി റൺ ടൈം ലൈബ്രറീസിനെ ഇൻകോപ്പറേറ്റ് ചെയ്യാൻ പറ്റും. ഈ ലോട്ടി എന്ത് ചെയ്യും? കുറേ ഫീച്ചേഴ്സ് സപ്പോർട്ട് ചെയ്യും. വെക്ടർ ഗ്രാഫിക്സ്, ഗ്രേഡിയന്റ്, മാസ്ക്, അങ്ങനെ കുറേ ഫീച്ചേഴ്സ്. മേ ബി നമുക്ക് അഡോബ് ഇല്ലുസ്ട്രേറ്ററുമായി നമുക്കൊരു ഫെമിലിയാരിറ്റി ഉണ്ടെങ്കിൽ നമുക്കറിയാം, അത് ഉപയോഗിച്ച് നിങ്ങൾക്ക് വെക്ടർ ഗ്രാഫിക്സും ഗ്രേഡിയന്റും മാസ്കും ഒക്കെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ദെൻ ദിസ് മേക്സ് ഇറ്റ് വെർസറ്റൈൽ സൊല്യൂഷൻ ഫോർ ക്രിയേറ്റിംഗ് റിച്ച് ആൻഡ് ഇന്ററാക്റ്റീവ് അനിമേഷൻസ്. സി ദാറ്റ് അനിമേഷൻസ് അതല്ലെങ്കിൽ അത്തരം ഇന്ററാക്റ്റീവ് കണ്ടന്റ് എപ്പോഴും നമ്മുടെ UI-യുടെ ഓവറോൾ യൂസർ എക്സ്പീരിയൻസിനെ എൻഹാൻസ് ചെയ്യും. അപ്പോൾ അതിനുവേണ്ടി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ലോട്ടി അനിമേഷൻസ് ഉപയോഗിക്കാം. സി, നമ്മൾ ഓൾറെഡി കാണുന്നതാണ് ഈ ലോട്ടി അനിമേഷൻസ്. ഫോർ എക്സാമ്പിൾ, നമ്മൾ ഗൂഗിൾ പേ ഒക്കെ ചെയ്യുമ്പോൾ പേയ്മെന്റ് കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ ഒരു ടിക്ക് മാർക്ക് വരുന്ന കാണാം. അതൊരു ലോട്ടി അനിമേഷൻസ് ആണ്. ലോഡിങ് അനിമേഷൻസ് കാണാം, അതൊക്കെ ലോട്ടി അനിമേഷൻസ് ആണ്. സി, അപ്പൊ ഈ അനിമേഷൻസ് എങ്ങനെയാണ് നമ്മളെ ഫ്ലട്ടർ പ്രോജക്റ്റിലേക്ക് കൊണ്ടുവരാമെന്നാണ് നമ്മൾ, അല്ലെങ്കിൽ ഫ്ലട്ടർ ആപ്പിലേക്ക് കൊണ്ടുവരാമെന്നാണ് നമ്മൾ നോക്കുന്നത്. സോ അപ്പോൾ അതിന് നമുക്ക് ആദ്യം വേണ്ടത്, വി നീഡ് സം ലോട്ടി ഫയൽസ്. ഓക്കെ, ദാറ്റ് മീൻസ് ദാറ്റ് അനിമേഷൻ ഫയൽസ്. യു ക്യാൻ ഗോ ടു ദ വെബ്സൈറ്റ് ലോട്ടി ഫയൽസ്. ഓക്കെ, ആൻഡ് ഇവിടെ നമുക്ക് ഫ്രീ ആയിട്ടുള്ള കണ്ടന്റും ഉണ്ട്, അതല്ലാതെ പെയ്ഡ് കണ്ടന്റും ഉണ്ട്. യു ക്യാൻ ക്രിയേറ്റ് ആൻ അക്കൗണ്ട് ഹിയർ. ഇവിടെ നമുക്ക് യു ക്യാൻ സി അനിമേഷൻ ഹിയർ. ഇവിടെ ഓൾറെഡി നിങ്ങൾക്ക് ഒരു അനിമേഷൻ കാണാം. ഓക്കെ, നമുക്കൊരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തതിനകത്ത് യു ക്യാൻ സൈൻ അപ്പ് വിത്ത് ഗൂഗിൾ. ദെൻ സെർച്ച് സം ഫയൽസ്. ഇവിടെ ഫ്രീ ആയിട്ടുള്ള കണ്ടന്റും ഉണ്ട്, പെയ്ഡ് കണ്ടന്റും ഉണ്ട്, പ്രീമിയം അനിമേഷൻസ് ഉണ്ട്. ദെൻ ഈ അനിമേഷൻസിനെ നിങ്ങൾക്ക് കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും, അതിനെ ചേഞ്ച് ചെയ്യാം, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാം. ബട്ട് ഐ ഡോണ്ട് തിങ്ക് എല്ലാ ഫീച്ചേഴ്സും ഒന്നും ഫ്രീ അല്ല. യു ക്യാൻ അൺലോക്ക് ഓൾ ഫീച്ചേഴ്സ് ബൈ പർച്ചേസിങ് ദ പ്ലാൻ. ഓക്കെ, ദെൻ ഐ എം ഗോയിങ് ടു സെർച്ച് സംതിങ്. സി, ഐ വാണ്ട് something called cycling. Okay, ഞാനിവിടെ ജസ്റ്റ് സൈക്ലിംഗ് എന്ന് സെർച്ച് ചെയ്തു ആൻഡ് സൈക്കിൾ ഓർ ബൈക്സ് സംതിങ്. ഓക്കെ, നോ ബൈക്സ്, ലോഡിങ്. Okay, I just searched loading, no results found. Why it is no results found? Okay, let's go to here, loading. ഓക്കെ, ഞാൻ ലോഡിങ് സെർച്ച് ചെയ്തു. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കുറേ അനിമേഷൻസ് വരുന്ന കാണാം. ഇതിൽ പ്രീമിയം ആണെങ്കിൽ അവിടെ ഒരു ഇൻഡിക്കേഷൻ കാണും, ഇത് പ്രോ എന്ന് എഴുതിയിട്ടുണ്ടായിരിക്കും. ഇവിടെ കണ്ടില്ലേ, ദിസ് എ പ്രോ ഐക്കൺ ആൻഡ് ദാറ്റ് ഇസ് നോട്ട് ഫ്രീ. സം ഓഫ് ദം ആർ പ്രോ ആൻഡ് ഈ പ്രോ ബാഡ്ജിങ് ഇല്ലാത്തതൊക്കെ നമുക്ക് ഫ്രീ ആയിട്ട് ഉപയോഗിക്കാം. അപ്പോൾ ഇത്തരം അനിമേഷൻസ് നമുക്ക് എന്ത് ചെയ്യണം? നമ്മൾ ഡൗൺലോഡ് ചെയ്യണം. സി, ഞാനിവിടെ എന്ത് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് നേരത്തെ ടൈപ്പ് ചെയ്ത പോലെ ബൈക്സ് എന്ന് സെർച്ച് ചെയ്തു. അപ്പോൾ നമുക്ക് ഇവിടെ യു വിൽ ഗെറ്റ് സം ബൈക്സ്. ഓക്കെ, അപ്പോൾ ഈ ഇതിലേതെങ്കിലും അനിമേഷൻ പിക്ക് ചെയ്യുക, എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യണം? നമ്മുടെ ആപ്പിനകത്ത് യൂട്ടിലൈസ് ചെയ്യണം. അപ്പോൾ അത് ഇവിടുന്നാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? സി, ഐ വാണ്ട് ടു ടേക്ക് ദിസ് അനിമേഷൻ. സോ ക്ലിക്ക് ഓൺ ദാറ്റ് അനിമേഷൻ. ഈ ഫയലിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു പ്രിവ്യൂ അതിൻ്റെ കാണിച്ചു തരും. ഇവിടുന്ന് ഗോ ആൻഡ് ഡൗൺലോഡ് ടു യുവർ വർക്ക് സ്പേസ്. ദാറ്റ് മീൻസ് നിങ്ങളുടെ ഡാഷ്ബോർഡിലേക്ക് അതിനെ ഡൗൺലോഡ് ചെയ്യാം.
അപ്പൊ ഇത് നമ്മളുടെ ഡാഷ്ബോർഡിൽ എന്ത് ചെയ്യും, ഓപ്പൺ ആവും. യു ക്യാൻ കസ്റ്റമൈസ് ദിസ്. ഇതിനെ ഇവിടെ നിങ്ങൾക്ക് കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും. അതിനാണ് നമ്മുടെ ഡാഷ്ബോർഡിലേക്ക് ഓപ്പൺ ചെയ്യുന്നത്. സി യു വിൽ ഗെറ്റ് ആൻ എഡിറ്റർ ഹിയർ. ഇവിടെ നിങ്ങൾക്ക് അതിന്റെ കളേഴ്സ് അങ്ങനത്തെ കാര്യമൊക്കെ ചേഞ്ച് ചെയ്യാം. ബട്ട് ഐ ഡോണ്ട് തിങ്ക് എവറിത്തിങ് ഈസ് ഫ്രീ ഹിയർ. നിങ്ങൾ കസ്റ്റമൈസ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഡൗൺലോഡ് ചെയ്യണമെങ്കിലൊക്കെ എന്തായിരിക്കും, ഫ്രീ ആയിട്ട് ഡൗൺലോഡ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഞാൻ ഇവിടെ എന്ത് ചെയ്യാണ്, ഐ എം ഗോയിങ് ടു ഡൗൺലോഡ് ദിസ് ആസിറ്റീസ്. ഇതേപോലെ ഡൗൺലോഡ് ചെയ്തു. അപ്പോൾ നമ്മളുടെ ഡൗൺലോഡ്സ് ഫോൾഡറിൽ ഒരു ഫയൽ ഡൗൺലോഡ് ആവും. സിമ്പിൾ ഒരു 95K ഉള്ള ഒരു JSON ഫയൽ ഡൗൺലോഡ് ആവും. I already downloaded that, and go and check that. Go to your download folder, and this is the file. See, I need to copy this thing. ഞാനിത് കോപ്പി ചെയ്തു. ഇനി നമ്മൾ അസറ്റിനകത്തു നിന്നാണ് ഇത് ലോഡ് ചെയ്യിക്കുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ പ്രൊജക്റ്റിൽ വന്നിട്ട് ഇവിടെ വന്നിട്ട് പ്രൊജക്ട് ലെവലിൽ പോയിട്ട് അസറ്റ്സ് എന്നൊരു ഫോൾഡർ എന്ത് ചെയ്തു, ഇവിടെ ക്രിയേറ്റ് ചെയ്തു. ദെൻ അതിൻ്റെ ഉള്ളിൽ ദർ ആർ ലോട്ട് ഓഫ് അസറ്റ്സ് ലൈക്ക് ഇമേജസ് ആവാം, ഓഡിയോ, വീഡിയോ, അങ്ങനത്തെ പല തരത്തിലുള്ള അസറ്റ് ഉണ്ടായിരിക്കും. ഇപ്പോൾ ഇവിടെ വന്നിട്ട് ഞാൻ എന്ത് ചെയ്തു, പുതിയൊരു ഡയറക്ടർ ഉണ്ടാക്കി. ദിസ് ഇസ് ആക്ച്വലി JSON ഫയൽ. And inside that JSON, I'm going to paste this, and this is a bigger name. You can rename this thing and never remove that JSON.json. And I need to have this thing bikes. Okay, then save it. Then the immediate thing ചെയ്യേണ്ടത് എന്തായിരിക്കും, പബ്സ്പെക്കിൽ വന്നിട്ട് എന്ത് ചെയ്യണം, ഈ അസറ്റ് ഫോൾഡർ എന്ത് ചെയ്യണം, മാർക്ക് ചെയ്യണം. എന്നാലേ നമുക്ക് ആസ് യൂഷ്വൽ നമ്മൾ സാധാരണ ഒരു അസറ്റ് ആഡ് ചെയ്യുമ്പോൾ ചെയ്യുന്ന ആക്ടിവിറ്റി ഇവിടെ ചെയ്യണം. ഓക്കെ, ഞാനൊരു ടാബ് പ്രസ് ചെയ്തു. ദെൻ നമ്മളുടെ പാത്ത് എന്ന് പറയുന്നത് assets/json എന്ന് എഴുതിയിട്ടു. ഓക്കെ, ഇതിനകത്ത് ഇനിയും JSON ഫയൽസ് ആഡ് ചെയ്ത് അതൊക്കെ ആക്സസ് ചെയ്യാം നിങ്ങൾക്ക്. ദെൻ പബ്ഗെറ്റ് ചെയ്യാം. ഓക്കെ, ദെൻ ഇനി നമുക്ക് വേണ്ടത് എന്താ വെച്ച് കഴിഞ്ഞാൽ, നമ്മളുടെ main.dart ഫയലിനെ ഞാനൊന്ന് എന്ത് ചെയ്യാണ്, അപ്പോൾ നമുക്ക് ക്ലിയർ ചെയ്യാം, ഒന്ന് ക്ലീൻ ചെയ്യാം. ഇവിടെ വന്നിട്ട് ഞാൻ എന്ത് ചെയ്തു, ഐ ഡോണ്ട് നീഡ് ദീസ് ക്ലാസ്സസ് ഹിയർ ബിക്കോസ് ഐ എം ഗോയിങ് ടു ക്രിയേറ്റ് എ ന്യൂ ഫയൽ. ജസ്റ്റ് റിമൂവ് ചെയ്യുക. Then remove all the comments here, and comment ഒക്കെ remove ചെയ്തു. Then let me rename this to Lottie demo. Okay, then you have an error here. ഇവിടെ ഒരു എറർ ഉണ്ടായിരിക്കും. ഇതെന്തായിരിക്കും, നമ്മളിതിനകത്ത് ക്ലാസ്സസ് ഒന്നും ക്രിയേറ്റ് ചെയ്തില്ല. ജസ്റ്റ് go and create a new dart file that is splash_page. Okay, എന്ത് പേരുകൊണ്ട് കൊടുക്കുക, ഞാൻ ജസ്റ്റ് ഡെമോ പർപ്പസിന് ചെയ്യുന്നതുകൊണ്ട് എങ്ങനെയാണ് ഇത് ഇമ്പോർട്ട് ചെയ്യാന്നാണ് നമ്മളിതിൽ പഠിക്കുന്നത്. സോ ഇമ്പോർട്ട് മെറ്റീരിയൽ, ദെൻ ക്രിയേറ്റ് എ സ്റ്റേറ്റ്ലെസ് വിഡ്ജറ്റ് ദാറ്റ് ഈസ് സ്പ്ലാഷ് പേജ്. ഓക്കെ, ആൻഡ് കോൾ ദാറ്റ് സ്പ്ലാഷ് പേജ് ഹിയർ, സ്പ്ലാഷ് പേജ്. ഓക്കെ, ദർ ഈസ് നോ എറർ. ലെറ്റ് മീ റൺ ദിസ് പ്രോജക്റ്റ്. എമുലേറ്റർ സ്റ്റാർട്ട് ചെയ്തിട്ട് അതിൽ റൺ ചെയ്യാൻ കൊടുക്കാം. എമുലേറ്റർ ഒന്ന് സ്റ്റാർട്ടായി വരട്ടെ. ഇനി നമുക്കറിയാം, ഞാൻ ഓൾറെഡി ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞ പോലെ ദിസ് ഈസ് ആക്ച്വലി എ റൺ ടൈം. ഇത് നമ്മളുടെ ഇവിടെ ഞാൻ എഴുതിയിട്ടുണ്ട്, ദിസ് ഷുഡ് ബി എ റൺ ടൈം. ദാറ്റ് മീൻസ് ഒരു എന്തായിരിക്കും, JSON ഫയലാണ്. അത് ഒരു ഓപ്പൺ സോഴ്സ് അനിമേഷൻ ഫോർമാറ്റിൽ വരുന്ന ഒരു സാധനമാണ്. അപ്പോൾ നമുക്ക് ഇതിൽ എന്ത് വേണം, യു നീഡ് ഇന്റഗ്രേഷൻ എന്ന് പറഞ്ഞത് ഈസിയാണ്, പക്ഷെ നിങ്ങൾക്ക് എന്ത് വേണം, യു നീഡ് എ പാക്കേജ്. അതായത് ബിൽറ്റിനായിട്ട് ഫ്ലട്ടർ ഷിപ്പ് ചെയ്ത് വരുമ്പോൾ അതിന് എന്ത് ചെയ്യാൻ പറ്റില്ല, ലോഡ് ചെയ്യാനുള്ള കാപ്പബിലിറ്റി ഒന്നുമില്ല. അപ്പോൾ നമുക്ക് എന്ത് വേണം, യു നീഡ് എ പാക്കേജ് ടു ഹാൻഡിൽ ദിസ് ലോട്ടി. ഈ JSON ഹാൻഡിൽ ചെയ്യാനുള്ള ഒരു പാക്കേജ് വേണം. അപ്പോൾ നമ്മളുടെ pubspec.yaml പോയിട്ട് സെർച്ച് ലോട്ടി ലൈക്ക് ദിസ് ആൻഡ് കോപ്പി ദിസ് തിങ്. Or you are already familiar with this packages. Add ചെയ്യുന്ന എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് ഓൾറെഡി അറിയുന്നുണ്ടെങ്കിൽ ഇവിടെ വന്നിട്ട് എന്ത് ചെയ്യുക, flutter pub add lottie. No, it's not lottie. There is no S here. I just misspelled it. Okay, lottie. Okay, flutter pub add lottie. ഇത് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യും, പബ്സ്പെക്കിൽ ഈ ലോട്ടി എന്നുള്ള പാക്കേജ് വിത്ത് ദ ലേറ്റസ്റ്റ് വേർഷൻ എന്ത് ചെയ്യും, ആഡ് ചെയ്ത് തരും. ഓക്കെ, ഇനി നമുക്ക് വേണ്ടത്, നമ്മളെ എമുലേറ്റർ സ്റ്റാർട്ടായി. ദെൻ ലെറ്റ് മീ റൺ ദിസ് പ്രൊജക്ട് ഓൺ ദിസ് എമുലേറ്റർ. അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യാം, ഇവിടെ വന്നിട്ട് നമുക്ക് വേണ്ടത് ഈ സ്പ്ലാഷ് പേജിൻ്റെ സെൻറ്ററിൽ എന്ത് വേണം, ഈ ലോട്ടി അനിമേഷൻ കാണിക്കണം. അപ്പോൾ ഞാനിവിടെ വന്നിട്ട് ജസ്റ്റ് റോട്ട് എ സ്കഫോൾഡ് ഹിയർ. ദ ബോഡി ഷുഡ് ബി എ കണ്ടെയ്നർ. Then the height should be infinity. The width should be infinity. Okay, then the child should be what, a center widget. And at the center child, as ഈ സ്ക്രീനിന്റെ സെന്ററിൽ എനിക്ക് എന്ത് വേണം, ലോട്ടി വേണം. So you can call this lottie. We are actually loading this lottie from asset. So call lottie dot
and make sure that you imported this thing lottie dot asset. Okay, then expecting the path. So path എന്ന് പറയുന്നത് assets slash json slash then നമ്മളുടെ bike, let's check the file name bikes dot json എന്നാണ്. Okay, then save this. ഞാൻ ജസ്റ്റ് അത് സേവ് ചെയ്തു. That's it. Okay, your lottie is loading here. Let me remove that barge from here and debug show checked mode banner false. ഓക്കെ, ഇപ്പൊ നമ്മളുടെ ലോട്ടി ഇവിടെ ലോഡായി. ഓക്കെ, ഇത്രയേ ഉള്ളൂ എന്ത് ഒരു ലോട്ടി ലോഡ് ചെയ്യിക്കുക എന്ന് പറയുന്നത്. ഇനി ഈ ലോട്ടി ഫയലിന് കുറേ അഡ്വാൻസ് ഫീച്ചേഴ്സ് ഉണ്ട്. ലൈക്ക് ഇപ്പൊ നമ്മൾ ലോട്ടി ആഡ് ചെയ്തു, ഇനി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ലോട്ടിയെ കസ്റ്റമൈസ് ചെയ്യാം. യു ക്യാൻ അഡ്ജസ്റ്റ് ദ ഹൈറ്റ്, then the box fit, then animation, repeat, അങ്ങനത്തെ കുറേ പ്രോപ്പർട്ടി. ലെറ്റ് മീ copy this code, then come inside your lottie. After your file path, put a comma, then ഇവിടെ വന്നിട്ട് എന്ത് ചെയ്യുക, paste ചെയ്യുക, and let me save this. Now you can see it is reduced. അതിൻ്റെ സൈസ് ഒക്കെ റെഡ്യൂസ് ചെയ്ത് നമുക്ക് കാണാനില്ല. അപ്പോൾ ഞാൻ 250 ആക്കി മാറ്റി, and save this. Now you can see the lottie here. Let me zoom this. Okay, I think you can see this, and this is the lottie on your screen. Then you can animate is a bool value. You can make it false. Save this. Now you can see that is stuck. അവിടെ അത് stuck ആയി. Then repeat equal to you can false. You can make it false. That അതെന്ത് ചെയ്യില്ല. See, animation true ആക്കി ഞാൻ. അനിമേഷൻ ട്രൂ ആക്കി, ആൻഡ് റിപ്പീറ്റ് ഈസ് ഫോൾസ്. അപ്പോൾ ഇതെന്ത് ചെയ്യില്ല, കണ്ടോ, ഒരു സൈക്കിൾ കംപ്ലീറ്റ് ആയി കഴിഞ്ഞപ്പോൾ പിന്നെ അത് എന്ത് ചെയ്യുന്നില്ല, റിപ്പീറ്റ് ചെയ്യുന്നില്ല. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും. നോർമലി അത് നമുക്ക് വേണ്ടത് ഇങ്ങനെയായിരിക്കും വേണ്ടത്. ഓക്കെ, ആൻഡ് ദർ ആർ സം അതർ പ്രോപ്പർട്ടീസ് ഓൾസോ. ലൈക്ക് നിങ്ങൾക്ക് ഇതിനകത്ത് ഈവൻ ലിസണേഴ്സ് ഉണ്ട്. ലോട്ടിക്ക് എന്തുണ്ട്, ദർ ആർ സം ഈവൻ ലിസണേഴ്സ് ലൈക്ക് ഓൺ റിപ്പീറ്റ്, ഓൺ കംപ്ലീറ്റ്, അങ്ങനെ ഓൺ ലോഡ്, അങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും. യു ക്യാൻ റൈറ്റ് സംതിങ് ലൈക്ക്, ലെറ്റ് മീ കോപ്പി ദാറ്റ് കോഡ് ഫ്രം ദാറ്റ്, ആൻഡ് ഐ ക്യാൻ പേസ്റ്റ് ഇറ്റ് ഹിയർ. ഓൺ ലോഡ്, ഓൺ റിപ്പീറ്റ്, ഐ തിങ്ക് ദീസ് പ്രോപ്പർട്ടീസ് ആർ ഒബ്സൊലീറ്റ്. ആൻഡ് lottie.asset, on repeat, what is the functions, on loaded എന്നുണ്ട്, and that's it. That's the only thing you have available, on loaded. And let me have a print here, test. Okay, and save ചെയ്തു. Then come here and save ചെയ്ത് കഴിഞ്ഞാൽ റീബൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടണം, ഫെയിൽ ടു ഡീകോഡ് ഇമേജ്, വാട്ട് ഹാപ്പൻഡ്. Okay, fail to create image decoder with unimplemented input contained error. Okay, so you can play with this thing on loaded. It provides even listeners, and ഇവിടെ it is actually composition ആണ് കോൾ ചെയ്യുന്നത് ഇവിടെ. That may be that error. Okay, and you can play with this thing, and normally നമ്മൾ ഒരു ലോട്ടി കാണിക്കുന്നത് നമുക്കൊരു ഈവന്റ് ഹാപ്പൻ ചെയ്ത് കഴിഞ്ഞാൽ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ പേയ്മെന്റ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് കംപ്ലീറ്റ് ആയി എന്നുള്ള ഇൻഡിക്കേഷൻ വരണം. അവിടെ ആയിരിക്കും എന്ത് ചെയ്യുന്നത്, ആ ഒരു പേയ്മെന്റ് ഇപ്പോൾ നമ്മൾ ഗൂഗിൾ പേയിലൊക്കെ കാണുന്ന പോലത്തെ ആ ഒരു ഇൻഡിക്കേഷൻ വരുന്നത്. ഓക്കെ, അപ്പോൾ യു ക്യാൻ ഈസിലി ഇംപ്ലിമെന്റ് ദിസ് തിങ് ആൻഡ് without compromising the size. That means the file is very small because that is a JSON file. Okay, I hope you understand how to add this lottie to your Flutter, and you will get lottie from most of the lotties. അതായത് നിങ്ങൾക്ക് അത്യാവശ്യം നമുക്ക് വേണ്ട ലോട്ടീസ് ഒക്കെ ഇവിടെ എന്തുണ്ടായിരിക്കും, ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് ഇവിടെ അവൈലബിൾ ആയിരിക്കും. യു ക്യാൻ സെർച്ച് ദിസ് തിങ്സ് ലൈക്ക് ഐ നീഡ് സംതിങ് സക്സസ്. See, you done some task, then you have to show the customer a success indicator. Like നമ്മൾ കാണുന്ന ഗൂഗിൾ പേയിൽ കാണുന്ന പോലത്തെ സക്സസ് മെസ്സേജ് ഒക്കെ നിങ്ങൾക്ക് ആഡ് ചെയ്യണമെങ്കിൽ യു ക്യാൻ come here and download the lottie file. I already show you how to download this thing. Okay, clear അല്ലേ? ഓക്കെ, അപ്പോൾ ചെറിയ വീഡിയോ ആണ് എങ്ങനെയാണ് ലോട്ടി ആഡ് ചെയ്യുന്നത്, ബിക്കോസ് ഇത് നമ്മൾ കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ മേ ബി ആർക്കെങ്കിലും അറിയാത്തവരുണ്ടെങ്കിൽ ജസ്റ്റ് കണ്ടു നോക്കുക. It is a very simple task. Okay, I hope you understand everything about adding lottie. And if you have any doubts, you can ask me on comments. Okay, so
If you like the video, consider subscribing the channel and hit the like button, share button, and write some comments. Okay, I need your comment to move forward. Thank you for watching and see you soon with a next video. Okay, see you. Bye.